ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർച്ചസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. PSC എക്സാംസിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രധാന പോർഷനാണ് ആർച്ചസ്. ഓവർസിയർ ലെവൽ എക്സാംസ് മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് വരെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആർച്ചസ്. അപ്പോൾ നമുക്ക് ആർച്ചസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് PSCക്ക് ആർച്ചസ് എന്ന പോർഷൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആർച്ച് എന്ന ഭാഗത്തിൽ നിന്ന് PSCക്ക് ചോദിക്കുന്ന കുറച്ച് ടേംസിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ആർക്കേഡ്. ഒന്നിലധികം ആർച്ചുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്കേഡ്. എ ഗ്രൂപ്പ് ഓഫ് ആർച്ചസ്, അതിനെയാണ് ആർക്കേഡ് എന്ന ടേമിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആർക്കേഡ്. ഇവിടെ എന്താണ് 1, 2, 3, 4, 5 എക്സെട്ര. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആർച്ചസ് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആർച്ചസ് വരുന്ന ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആർക്കേഡ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എക്സ്ട്രാഡോസും ഇൻട്രഡോസും. എന്താണ് എക്സ്ട്രാഡോസ്, എന്താണ് ഇൻട്രഡോസ്? ആർച്ചിന്റെ ഔട്ടർ കർവിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാഡോസ്. Outer curve or external curve of an arch is termed as extrados. എക്സ്ട്രാഡോസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബാക്ക്. എക്സ്ട്രാഡോസ് ഓർ ബാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആർച്ചിന്റെ ഔട്ടർ കർവിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാഡോസ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ബാക്ക്. ഇന്റേണൽ കർവ് ഓഫ് an arch, ആർച്ചിന്റെ ഇന്റേണൽ കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രഡോസ്. ഇന്റേണൽ കർവിനെയാണ് ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ഇന്റേണൽ സർഫസ് ഓഫ് ആൻ ആർച്ച്, ഒരു ആർച്ചിന്റെ ഇന്റേണൽ സർഫസിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിന്റെ പാർട്സ് പഠിക്കുമ്പോഴും അവിടെയും നമ്മൾ സോഫിറ്റ് പഠിക്കും. ഇന്റേണൽ സർഫസിനെയാണ് നമ്മൾ അവിടെയും സോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർച്ചിന്റെ ഇന്റേണൽ സർഫസിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. ആർച്ചിന്റെ എൻഡ് സപ്പോർട്ട്സ്, ആർച്ചിന്റെ എൻഡ് സപ്പോർട്ട്സിനെ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ്. ഒരു ആർച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, എൻഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ പോർഷനെയാണ് അബട്ട്മെന്റ് എന്ന് പറയുന്നത്. ആർച്ച് വന്ന് നിൽക്കുന്ന സ്ഥലം, അതിന്റെ എൻഡ് സപ്പോർട്ട്സിനെയാണ് നമ്മൾ അബട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇടയിൽ കാണുന്ന ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സിനെ വിളിക്കുന്ന പേരാണ് പിയർ. അബട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് സപ്പോർട്ട്സ് ആണ്, അതിനിടയിൽ കൊടുക്കുന്ന സപ്പോർട്ട്സിനെയാണ് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സിനെയാണ് പിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ജനറലി അബട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹെവി സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആർച്ചിൽ നിന്ന് വരുന്ന ലോഡ്, ദ ലോഡ് ഫ്രം ആൻ ആർച്ച് വിൽ ബി ഇൻക്ലൈൻഡ്. ഒരു ആർച്ചിൽ നിന്ന് ലോഡ് വരുന്ന ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലോഡ്, ആ ലോഡിന് എന്ത് കാണും? ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണും, അതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ കമ്പോണൻസ് കാണും. ആർച്ചിൽ നിന്ന് വരുന്ന ഇൻക്ലൈൻ ലോഡിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും, എ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് എ വെർട്ടിക്കൽ കമ്പോണന്റ്. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ, അതായത് അബട്ട്മെന്റിന്റെ താഴെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസിനെയും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്ന അബട്ട്മെന്റിന്റെ തിക്നെസ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹെവി സ്ട്രക്ചർ ആയിരിക്കും നമ്മളവിടെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ലോഡ്സിനെ ബാലൻസ് ചെയ്യും. ആർച്ച് ആക്ഷൻ കാരണം വരുന്ന ഇൻക്ലൈൻ ലോഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെയും ആ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫ്ലോറിലെ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അബട്ട്മെന്റ്സിന്റെ സൈസ് വളരെ കൂടുതലായിട്ടാണ് കൊടുക്കാറുള്ളത് കമ്പയറിംഗ് ടു പിയേഴ്സ്. അബട്ട്മെന്റ്സ് ആർ ഹെവി സ്ട്രക്ചേഴ്സ്. ജനറലി അബട്ട്മെന്റ്സ് ആർ ഹെവിയർ ദാൻ പിയേഴ്സ്. അടുത്തൊരു ടേമാണ് അബട്ട്മെന്റ് പിയർ. അബട്ട്മെന്റ് പിയർ കൊടുക്കുന്നത് ടു അവോയ്ഡ് ചെയിൻ ഫെയിലിയർ ഓഫ് ആർച്ചസ്. സപ്പോസ് ഈ ഇന്റർമീഡിയറ്റ് ആർച്ച് ഫെയിലായി എന്ന് വിചാരിക്കുക. ഈ ഇന്റർമീഡിയറ്റ് ആർച്ച് ഫെയിൽ ആകുമ്പോൾ അതിലേക്ക് വരേണ്ട ലോഡ് അതിന് അടുത്ത് നിൽക്കുന്ന മറ്റ് പിയറിലേക്കോ അബട്ട്മെന്റിലേക്കോ ആയിരിക്കും വരുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആർച്ച് ഫെയിൽ ആകുമ്പോൾ അതിലേക്ക് വരാൻ സാധ്യതയുള്ള ലോഡ് തൊട്ടടുത്തുള്ള ആർച്ചസിന്റെ പിയേഴ്സിലേക്കോ അബട്ട്മെന്റ്സിലേക്കോ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം അവിടെ എന്താണ്, ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയും
ആ ആർച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്ത് വരുന്ന എല്ലാ ആർച്ചസും കൊളാപ്സ് ചെയ്യുകയും ചെയ്യപ്പെടാം. അത് അവോയ്ഡ് ചെയ്യാൻ ഒരു 5 or 6 പിയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഒരു സപ്പോർട്ട്, അഡീഷണൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ് പിയർ. Abutment piers are provided to avoid chain failure of arches. ആർച്ചസ് കൂട്ടമായിട്ട് ഫെയിൽ ചെയ്ത് പോകുന്ന ആ ഒരു സീരീസ് ഓഫ് ഫെയിലിയറിനെ തടയാനായിട്ട് നമ്മൾ കൊടുക്കുന്നവയാണ് അബട്ട്മെന്റ് പിയേഴ്സ്. അടുത്ത പോയിന്റ് ആണ് സ്പ്രിങ്ങിങ് പോയിന്റ്. ഒരു ആർച്ചിലെ സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു, ആർച്ചിൽ നിന്ന് വരുന്ന ഇൻക്ലൈൻഡ് ലോഡ് അതെങ്ങോട്ടേക്കാണ് പോകുന്നത്? അബട്ട്മെന്റിലേക്കാണ് പോകുന്നത്. അതിനെ ബാലൻസ് ചെയ്യാൻ അബട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? തിരിച്ച് അതേ പോയിന്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു സ്പ്രിങ്ങിങ് ആക്ഷൻ സംഭവിക്കും. ആ സ്പ്രിങ്ങിങ് ആക്ഷൻ സംഭവിക്കുന്ന ആദ്യത്തെ പോയിന്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റ്, അതിനെയാണ് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രിങ്ങിങ് പോയിന്റ് ഈസ് ദ ലോവസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് സ്പ്രിങ്ങിങ് ആക്ഷൻ ബിഗിൻസ്. സ്പ്രിങ്ങിങ് ആക്ഷൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ആണ് സ്പ്രിങ്ങിങ് പോയിന്റ്. ഒരു ആർച്ച് നോക്കുകയാണെങ്കിൽ അതിന് 2 സ്പ്രിങ്ങിങ് പോയിന്റ്സ് കാണും. ആ 2 സ്പ്രിങ്ങിങ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് springing line എന്ന് പറയും. The line connecting two springing points is termed as springing line. അടുത്ത ടേം ആണ് സ്പ്രിഞ്ചർ. എന്താണ് സ്പ്രിഞ്ചർ? The first hose next to skew back അല്ലെങ്കിൽ the first wedge shaped unit of an arch next to skew back. Wedge shaped units വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ വെഡ് ഷേപ്ഡ് യൂണിറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രിഞ്ചർ എന്ന് പറയുന്നത്. അടുത്ത ടേം ആണ് വൂസ്വ. എന്താണ് വൂസ്വ? ദ വെഡ് ഷേപ്ഡ് യൂണിറ്റ്സ് ഓഫ് ആൻ ആർച്ച്. ആർച്ചിന്റെ വെഡ് ഷേപ്ഡ് യൂണിറ്റ്സിനെയാണ് വൂസ്വ എന്ന് പറയുന്നത്. വെഡ് ഷേപ്പിലുള്ള ബ്രിക്സ് ആകാം, സ്റ്റോൺ ആകാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെഡ് ഷേപ്ഡ് യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വൂസ്വ. രണ്ടാമത്തേതാണ് ക്രൗൺ. എന്താണ് ക്രൗൺ? ദ ടോപ്പ് പോയിന്റ് ഓഫ് ആൻ ആർച്ച്. ഒരു ആർച്ചിലെ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, അതായത് എക്സ്ട്രാ ഡോസിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രൗൺ. ക്രൗൺ ഓഫ് ആൻ ആർച്ച്. എക്സ്ട്രാ ഡോസിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, അതായത് എക്സ്ട്രാ ഡോസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച്. ആ എക്സ്റ്റേണൽ കർവിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. സെൻട്രലിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റോൺ, അതായത് വെഡ് ഷേപ്ഡ് സ്റ്റോൺസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൻട്രലിൽ പ്ലേസ് ചെയ്തിട്ടുള്ള വൂസ്വയാണ് കീ സ്റ്റോൺ എന്ന് പറയുന്നത്. സെൻട്രൽ വൂസ്വ ഈസ് നോൺ ആസ് കീ സ്റ്റോൺ. സെൻട്രലിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ആ സ്റ്റോണിനെ, വെഡ് ഷേപ്ഡ് സ്റ്റോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഒരു ആർച്ച് എന്താണ്? ഒരു സർക്കുലർ കർവിന്റെ, ഒരു സർക്കിളിന്റെ ഭാഗമാണ്. അപ്പോൾ എന്ത് കാണും? അതിനൊരു സെന്റർ കാണും. സെന്റർ ഓഫ് ദ ആർച്ച് എന്നാണ് അതിനെ പറയുന്നത്. ആ സെന്റർ പോയിന്റിൽ നിന്ന് ആർച്ചിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നത്. ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എന്താണ് സ്ക്യൂ ബാക്ക്? എന്താണ് സ്ക്യൂ ബാക്ക്? ഇറ്റ് ഈസ് എ ടോപ്പ് സർഫസ് ഓഫ് ആൻ അബട്ട്മെന്റ് ഓർ പിയർ ടു റിസീവ് ലോഡ് ഫ്രം ദ ആർച്ച്. ആർച്ചിൽ നിന്ന് വരുന്ന ലോഡ്, ആർച്ചിൽ നിന്ന് വരുന്ന ഇൻക്ലൈൻഡ് ലോഡിനെ റിസീവ് ചെയ്യുന്ന സർഫസ്, ഈ സർഫസിനെയാണ് എന്ത് പറയുന്നത്? സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ആർച്ചിൽ നിന്ന് വരുന്ന ലോഡിനെ റിസീവ് ചെയ്യുന്ന സർഫസ് ഓഫ് ദ അബട്ട്മെന്റ്, അബട്ട്മെന്റിന്റെയോ പിയറിന്റെയോ ഈ ഒരു സർഫസിനെയാണ് എന്ത് പറയുന്നത്? സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ആ സ്ക്യൂ ബാക്കിലേക്കാണ് എന്ത് വരുന്നത്? നമ്മുടെ റിയാക്ഷൻ, ആർച്ച് ആക്ഷന്റെ ഫലമായിട്ട് വരുന്ന ലോഡ് വന്ന് നിൽക്കുന്നത്. അടുത്തൊരു ടേം നമുക്ക് നോക്കാം, സ്പാൻഡ്രൽ. എന്താണ് സ്പാൻഡ്രൽ? അപ്പോൾ ഈ ഫിഗർ വെച്ച് ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ ഉണ്ടല്ലോ, ആ ട്രയാങ്കിൾ പോർഷനെയാണ് എന്ത് പറയുന്നത്? സ്പാൻഡ്രൽ എന്ന് പറയുന്നത്. ദ ഇറഗുലർ ട്രയാങ്കുലർ പോർഷൻ formed in between the tangents from the crown and the extrados. Extrados എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്റ്റേണൽ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. അതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് ഏത്? ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൗണിലൂടെ ഞാനൊരു ടാൻജന്റ് വരച്ചു. എക്സ്ട്രാഡോസിനും രണ്ട് എക്സ്ട്രാഡോസിനും ഇടയിലായിട്ട് വരുന്ന ഈ ഒരു ഇറഗുലർ ട്രയാങ്കുലർ പോർഷൻ, ആ ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെയാണ് സ്പാൻഡ്രൽസ് എന്ന് പറയുന്നത്. അടുത്ത ടേം ആണ് ഹോഞ്ച്. എന്താണ് ഹോഞ്ച്?
It is the lower half of the arch between the crown and skew back is called haunch. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ ഞാൻ പറയാം, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ഹോഞ്ച് എന്ന് പറയുന്നത്. അതായത് ലോവർ ഹാഫ് ഓഫ് ദ ആർച്ച്. ആർച്ചിന്റെ ഇതൊരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം, ഇത് സെക്കൻഡ് ഹാഫ് എന്ന് പറയാം, ഇതിന് അപ്പർ ഹാഫ് എന്ന് പറയുന്നു, ഇതിനെ അപ്പർ ഹാഫ്, ഇത് ലോവർ ഹാഫ്. അപ്പൊ ഈ ലോവർ ഹാഫ് ഏത് മുതൽ ഏത് വരെ, സ്ക്യൂ ബാക്ക് മുതൽ സെൻട്രൽ പോർഷൻ വരെയുള്ള ഈ ലോവർ ഹാഫിനെയാണ് ഹോഞ്ച് എന്ന് പറയുന്നത്, ആർച്ചിന്റെ ഹോഞ്ച്. അടുത്ത ടേമാണ് റിംഗ്. എന്താണ് റിംഗ്? ബ്രിക്ക് മേസൺറി നമ്മൾ പഠിച്ചു, ഓരോ വരി കല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് കോഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആർച്ചിലെ ഓരോ കോഴ്സിനെ വിളിക്കുന്ന പേരാണ് റിംഗ്. ദ സർക്കുലർ കോഴ്സ് ഫോമിംഗ് ആൻ ആർച്ച് ഈസ് കോൾഡ് ആർച്ച് റിംഗ്. സാധാരണഗതിയിൽ ഒരു കോഴ്സ് ആകാം, രണ്ട് കോഴ്സ് ആകാം, കോമ്പിനേഷൻസ് ആകാം. ഇതാണ് റിംഗ് എന്ന് പറയുന്നത്. ബ്രിക്ക് മേസൺറിയിൽ നമ്മൾ അതിനെ പറയുന്നത് ഒരു കോഴ്സ് എന്ന് പറയും. അതേ കോഴ്സ് ആർച്ചിലാകുമ്പോൾ അതിന്റെ പേരാണ് റിംഗ്. അടുത്ത ടേം നോക്കാം, എന്താണ് റൈസ്? ഇറ്റ് ഈസ് എ ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദി ഇൻട്രഡോസ് ആൻഡ് സ്പ്രിംഗിങ് ലൈൻ. സ്പ്രിംഗിങ് ലൈൻ എന്താണ് നമുക്കറിയാം, രണ്ട് സ്പ്രിംഗിങ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. ആ സ്പ്രിംഗിങ് ലൈനിൽ നിന്ന് ഇതാണ് ഇൻട്രഡോസ്, ഇന്നർ കർവ്. ഇന്നർ കർവിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് റൈസ് എന്ന് പറയുന്നത്. അടുത്ത ടേം എന്താണ് നോക്കാം, ഇമ്പോസ്ഡ്. എന്താണ് ഇമ്പോസ്ഡ്? ദ പ്രൊജക്റ്റിംഗ് കോഴ്സ് പ്രൊവൈഡഡ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ പിയർ. പിയറിന്റെ അല്ലെങ്കിൽ അബട്ട്മെന്റിന്റെ അപ്പർ പാർട്ടിൽ കൊടുത്തിട്ടുള്ള ഈ പ്രൊജക്റ്റഡ് കോഴ്സിനെ പറയുന്ന പേരാണ് ഇമ്പോസ്ഡ്. അടുത്ത ടേമാണ് ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് ദ ആർച്ച്. ഇൻട്രഡോസിനും എക്സ്ട്രാഡോസിനും ഇടയിലായിട്ടുള്ള ഒരു ആർച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് കർവ്സ് കാണാം. ഇൻട്രഡോസിനും എക്സ്ട്രാഡോസിനും ഇടയിലുള്ള ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് ഓഫ് ദ ആർച്ച് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നത്. എന്നാൽ തിക്നെസ് ഓഫ് ദ ആർച്ച് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് ഫേസ് ആൻഡ് ബാക്ക് ഫേസ്. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഫ്രണ്ട് ഫേസ്, ഇതാണ് അതിന്റെ ബാക്ക് ഫേസ്. ഇതിനിടയിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ദ സോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ എക്സ്ട്രാഡോസും ഇൻട്രാഡോസും തമ്മിലുള്ള വെർട്ടിക്കൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നു. ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിക്നെസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് സോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സാധാരണഗതിയിൽ PSCക്ക് ചോദിക്കുന്ന പാർട്സ് ഓഫ് ആർച്ച് എന്ന് പറയുന്ന പോർഷൻ. ഒരു ആർച്ചിന്റെ പല പല ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് PSCക്ക് സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാവുന്നതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമാണ്. ഇതിനകത്ത് നിന്ന് നമുക്കത് നന്നായിട്ട് പഠിക്കുക, ഓരോ ടേംസ് ഓർത്ത് വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. അപ്പോൾ ആർച്ചസിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.